നമ്മൾ ജീവിക്കുന്നത് ഒരു ഡിജിറ്റൽ യുഗത്തിലാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇൻ്റർനെറ്റ് കണക്ഷൻസ് അവൈലബിൾ ആണ്. നമ്മളുടെ എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോൺസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് തന്നെ ഒരു സ്മാർട്ട് ഫോണിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലാപ്ടോപ്പിലോ മറ്റോ ആയിരിക്കാം. അപ്പോൾ ഇൻ്റർനെറ്റ് നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അതേപോലെ തന്നെ ഫോൺ വീഡിയോസിൻ്റെ ഉപയോഗവും ഒരുപാട് മടങ്ങ് വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്നാൽ ഈ ഒരു ഫോൺ വീഡിയോസിൻ്റെ ചെറിയൊരു പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു സംഭവം എടുത്ത് റിയൽ ലൈഫിൽ ഇതേപോലെയാണെന്ന് ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഒരുപാട് ആളുകളുടെ സെക്സ് ലൈഫിനെ തന്നെ വളരെ വേസ്റ്റ് ആയിട്ട് ബാധിക്കാൻ കാരണമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഈ ഒരു പോൺ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് എന്തൊക്കെയാണ് നടക്കുന്നതെന്നും അറിയേണ്ടതിൻ്റെ ഒരു പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് തന്നെയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റസീൻ ദിസ് സൈഡ്. നമ്മളൊരു സിനിമയിൽ കാണുന്നത് പോലുള്ള കാര്യങ്ങളൊന്നുമല്ല അതിൻ്റെ പിന്നാമ്പുറത്ത് നടക്കുന്നത്. ഇപ്പോൾ ഒരു സാധാരണ ഒരു ഫിലിം എടുക്കുക, നിങ്ങൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലും മറ്റും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും അവർ പറയുന്നത് നമുക്ക് ക്ലിയർ ആവുന്നുണ്ടാവില്ല, ചുമ്മാ ചുണ്ടനക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ വീണ്ടും ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നേ ഉണ്ടാവും. അതായത് ഒരു ഷോട്ടല്ല, 2 ഷോട്ടല്ല, 10 ഷോട്ടല്ല, 20 ഷോട്ടല്ല, ഒരുപാട്. അതായത് ആ ഒരു പെർഫെക്ഷൻ കിട്ടുന്നതിന് വരെ ഏതൊരു എൻഡ് വരെയും ആക്ടേഴ്സും ഡയറക്ടേഴ്സും അതേപോലെ തന്നെ ക്രൂ മെമ്പേഴ്സും പോകും എന്നുള്ളത് തന്നെയാണ്. കാരണം ആ ഒരു പെർഫെക്റ്റ് ഷോട്ട് മാത്രമേ ഓഡിയൻസിലോട്ട് എത്തിക്കാനായിട്ട് അവർ താല്പര്യപ്പെടുന്നുള്ളൂ. നമ്മളിപ്പോൾ ഒരു ഷൂട്ടിംഗ് ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അതിനോട് വളരെ ക്രൈസ് ഇല്ലാത്ത ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ബോറടിക്കുന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 50, 60, 100 ദിവസം അതിന് മേലെ ഷെഡ്യൂളുള്ള സിനിമകളൊക്കെ നമ്മളുടെ മുന്നിൽ എത്തുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ 2 മണിക്കൂർ 2.5 മണിക്കൂറിലാണ്. അതായത് ഫൈനസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അത്രയും ദിവസം അത്രയും നീണ്ട ഷെഡ്യൂളിൽ കാര്യങ്ങളിലൊക്കെയാണ് ഈ ഒരു ഫിലിംസ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള അവരുടെ രംഗങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മളൊരു വീഡിയോയിൽ കാണുന്നു. ഇതാണ് ലൈഫ് എന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥ പലരിലും ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിനിമ പോലെ തന്നെ ഇതും ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണെന്നുള്ളത് അതായത് ഇതിപ്പോൾ യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. അടുത്ത ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പാരിസൺ ആണ്. അതായത് ഇപ്പോൾ അവരുടെ ബോഡിയും നമ്മളുടെ ബോഡിയും ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് കമ്പയർ ചെയ്യും. അത് ഭയങ്കര എന്താ പറയുക, ഒരു പൊട്ടത്തരാണെന്ന് തന്നെ പറയേണ്ടി വരും. ഒരു ആഫ്രിക്കൻ കുക്കിനെ പോലെ ആയിരിക്കില്ലല്ലോ നമ്മളുടെ ഒരു ഏഷ്യൻ കുക്ക് എന്ന് പറയുന്നത്, സിമ്പിളായിട്ട് പറഞ്ഞിട്ടോ. അതായത് ഓരോരുത്തരുടെ ബോഡിയിലുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അമേരിക്കനെ പോലെ ആയിരിക്കില്ല ഒരു ആഫ്രിക്കൻ, അതേപോലെ ആയിരിക്കില്ല ഒരു ഏഷ്യൻ, വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അതേപോലെ ആവണം, അതാണ് ഒരു ഐഡിയൽ ഫിഗർ എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കാണാൻ ഗുഡ് ലുക്കിംഗ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തരത്തിൽ ചിന്തിക്കപ്പെടുന്ന ആ ഒരു സ്റ്റീരിയോടിപ്പിക്കലായിട്ട് ചിന്തിക്കപ്പെടുന്ന ആ ഒരു തരത്തിലുള്ള ആളുകളെ മാത്രമാണ് ഇതിലോട്ട് കൂടുതലായിട്ടും കാസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതായത് നമ്മൾ സിമ്പിളായിട്ട് പറയാന്നുണ്ടെങ്കിൽ വഴി കൂടെ പോകണം എല്ലാവരെയും പിടിച്ച് അഭിനയിപ്പിക്കില്ല. ആളുകൾ കാണുമ്പോൾ ഇവരിൽ അട്രാക്റ്റഡ് ആവും എന്ന് തോന്നുന്ന തരത്തിലുള്ള ആളുകളെയാണ് അവർ കാസ്റ്റ് ചെയ്യുന്നത്. അവരുടെ ബോഡി നോക്കും, അതേപോലെ തന്നെ അവരുടെ മസിൽസ് നോക്കും, അതേപോലെ തന്നെ അവർ എത്ര ഗുഡ് ലുക്കിംഗ് ആണെന്നുള്ളൊരു തരത്തിൽ നോക്കും. നമ്മൾ സിനിമയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ, അതായത് ഇപ്പോൾ നായിക എന്നൊക്കെ ഉള്ളത് അത്യാവശ്യം സ്റ്റാർ വാല്യൂ ഉള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫിലിം അത്യാവശ്യം നല്ല രീതിയിലുള്ളത്. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു കേസ് കേട്ടിലുള്ളത്. അടുത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോൺ ഫിലിംസൊക്കെ ഒരുപാട് സമയങ്ങൾ നീണ്ടു നിന്നാണ്. അതേപോലെ റിയൽ ലൈഫിൽ പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഒരു ഫിലിം ഷൂട്ട് ചെയ്യുന്നത് പോലെയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരാഴ്ച 2 ആഴ്ച ടൈമല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങൾ ടൈം ഉണ്ടാവും ചിലപ്പോൾ ഇതിൻ്റെ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു 20 മിനിറ്റ് 30 മിനിറ്റിൽ കാണുന്ന ആ ഒരു വിഷ്വൽ ആ 20 മിനിറ്റിൽ 30 മിനിറ്റിൽ എടുക്കുന്നതല്ല, ചിലപ്പോൾ ദിവസങ്ങളോളം എടുത്തിട്ടായിരിക്കും പല സീക്വൻസസ് എടുത്തിട്ട്, നമ്മൾ സിനിമ എടുക്കുന്ന പോലെ പല സീക്വൻസസ് എടുത്തിട്ട് അത് കൂട്ടി യോജിപ്പിച്ചിട്ടൊരു ഫിലിമായിട്ടായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ജസ്റ്റ് ആ 20 മിനിറ്റിൽ കഴിയുന്ന ഒരു കാര്യമല്ല എന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറിൽ കഴിയുന്ന ഒരു കാര്യമായിരിക്കില്ല അത് ഒരുപാട് അതിൻ്റെ പിന്നിൽ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, ഡയറക്ടർ ഉണ്ടാവും, സ്ക്രിപ്റ്റ് എഴുതിയ ആളുണ്ടാവും, അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ക്യാമറാമാൻ ഉണ്ടാവും, മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ആളുകൾ ഇതിൻ്റെ പിന്നിലും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശുദ്ധമായിട്ടുള്ള പ്രണയം കൊണ്ടുണ്ടായിട്ടുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊന്നുമല്ല. അവർ ആക്ടേഴ്സാണ്, പൈസക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബില്യൺ കണക്കിന് ഡോളേഴ്സ് മറിയുന്ന ഒരു ഇൻഡസ്ട്രി തന്നെയാണ് പോൺ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അത്രത്തോളം പൈസ മറിയുന്ന ഒരു ഇൻഡസ്ട്രി തന്നെയാണിത്. അടുത്ത മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം സൗണ്ടിൻ്റെതാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ ഫിലിമിൽ കാര്യങ്ങളൊക്കെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സൗണ്ടുകളൊക്കെ കണ്ടിട്ട് റിയൽ ലൈഫിലോട്ട് വരുമ്പോൾ അയ്യോ ഇതല്ല എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അതിലോട്ടൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശരിക്കും പറയാന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സൗണ്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ വരേണ്ടതാണ് പറയുന്നത്. യെസ്, ആ ഒരു പെർഫെക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. നമ്മൾ സിനിമയിൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അവിടെ നിന്ന് ചെറുതായിട്ട് ചുണ്ടനക്കണ പോലെ കാണും. നമ്മൾ തിയേറ്ററിൽ എത്തുമ്പോൾ സ്ക്രീനിൽ നല്ല അടിപൊളി ഡയലോഗും അതേപോലെ തന്നെ BGM കാര്യങ്ങളൊക്കെ വരുന്നത് പോലെ തന്നെ ഇതിൻ്റെ ബിഹൈൻഡ് സീനിലും അത്തരത്തിലുള്ള വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അല്ലാതെ അത് നാച്ചുറലായിട്ട് വരുന്ന സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളൊന്നുമല്ല. അടുത്തത് സെക്ഷൽ പെർവേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ലൈംഗിക വൈകൃതങ്ങൾ അതുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കണ്ടന്റുകൾ ഒരുപാട് ഇതേപോലുള്ള വെബ്സൈറ്റ്സിൽ അവൈലബിൾ ആണെന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇൻസെസ്റ്റ് കണ്ടന്റുകൾ, അതായത് ശരിക്കും പറയാന്നുണ്ടെങ്കിൽ റിയൽ ലൈഫിൽ തീരെ
നടക്കാത്ത കാര്യങ്ങൾ, അതായത് സാധാരണഗതിയുള്ളൊരു ലൈഫിൽ നടക്കാത്ത ഒരുപാട് കാര്യങ്ങൾ പല പല കാറ്റഗറി ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സിമ്പിളായിട്ട് ഒരു കുട്ടി ഇപ്പോൾ ഏതൊരു തരത്തിലുള്ള ഒരു കുട്ടി ആയിക്കോട്ടെ, ചിലപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ നോക്കും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ. ഇപ്പോൾ അത്തരത്തിലുള്ള പേജസിലോട്ടൊക്കെ എത്താനുള്ളൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് എത്ര വയസ്സുള്ള ഒരു കുട്ടിക്ക് വേണമെങ്കിലും വളരെ സിമ്പിളായിട്ട് ആക്സസ് ചെയ്യാവുന്ന ഒരു അവസ്ഥയിലോട്ടൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സൈറ്റിൽ കാണുന്ന കാര്യങ്ങളൊക്കെയാണ് ശരിയെന്ന് ചിന്തിക്കാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള കാണുന്ന ആ ഒരു സമയത്ത് ജസ്റ്റ് ആക്ടേഴ്സ് ആണെന്ന് ചിന്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊരു സിനിമയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ, അമ്മ, 2 കുട്ടികൾ, അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സിനിമയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശൻ, മുത്തശ്ശി, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടാവില്ല ഒരു ഫാമിലിനെ ചുറ്റിപ്പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ശരിക്കും നമ്മൾ റിയൽ ലൈഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ഒരു ബ്ലഡ് റിലേഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെയാണ് ഈ ഒരു സിനിമയിൽ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു എന്താ പറയുക കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള പോൺ ഫിലിംസിലും വരുമ്പോൾ ഉള്ളത്. അതായത് അവർ പറയുന്ന പോലെ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള അന്തർധാരൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ചുരുക്കം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലുക്സിൻ്റെ കാര്യം, അത് എന്താ പറയുക അത്തരത്തിലുള്ള ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് സർജറീസും അതേപോലെ ഇഞ്ചക്ഷൻസും കാര്യങ്ങളൊക്കെ ആക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പരിണിതഫലമായിട്ട് ഒരുപാട് എന്താ പറയുക അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ വന്നതായിട്ടും റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ റിയൽ ആയിട്ടുള്ളതിനേക്കാൾ ഉപരി ഇത്തരത്തിലുള്ള സർജറീസിലൂടെയും മറ്റുമൊക്കെ വലുപ്പങ്ങളും കാര്യങ്ങളൊക്കെ വ്യത്യാസപ്പെടുത്തിയിട്ടും അതേപോലെ തന്നെ ഷേപ്പിലൊക്കെ ആക്കിയിട്ടും ആക്ടേഴ്സ് ആ ഒരു സ്ക്രീൻ പ്രസൻസ് നല്ല രീതിക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്, അങ്ങനെ പ്രാക്ടീസ് ഒരു ഇൻഡസ്ട്രി തന്നെയാണിത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് അതാണ് ലൈഫ്, അതാണ് ജീവിതം എന്ന് ചിന്തിക്കരുത് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമോ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എന്നുള്ള കാര്യം. എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത് റിയാലിറ്റി ആണെന്ന് അറിയാതെ ദാമ്പത്യ ജീവിതത്തിൽ തന്നെ പ്രശ്നങ്ങളുള്ള ആളുകളെ എന്താ പറയുക നമുക്ക് പലർക്കും അറിയായിരിക്കും. ശരിക്കും പറയാന്നുണ്ടെങ്കിൽ എന്താണ് സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ എന്താ പറയുക പലപ്പോഴും അതിൽ കാണിക്കുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റോ അല്ലാന്നുണ്ടെങ്കിൽ അതിൽ കാണുമ്പോൾ ആ ഒരു കാര്യങ്ങൾ പോലെ ഒന്നും ആയിരിക്കില്ല റിയൽ ലൈഫിൽ വരുമ്പോൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നൈസായിട്ട് അതിനെ ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. ഈ ഒരു സമയത്ത് ഇതൊരു എന്താ പറയുക ആവശ്യമായിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് തോന്നിയത് കൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഏതെങ്കിലും ഒരു തരത്തിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത്തരത്തിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ഐഡി Iam Razeen ആണ്. ആൻഡ് ഇറ്റ്സ് മീ Razeen സൈനിങ് ഓഫ്. പീസ്. Stay peaceful guys, stay safe, stay home.